ബോഡിനായ്ക്കനൂർ ചുരവും കേറി. ഞാനങ്ങനെ ചെന്നൈ റൂട്ടിലാണിപ്പോൾ. പോണ്ടിച്ചേരി ഓറോവില്ല ലക്ഷ്യമാക്കിയാണ് എന്റെ യാത്ര. ഗൂഗിളമ്മായിയോട് ചോദിച്ചാണ് ഞാൻ പോവുന്നത്. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത വിധം ആയി. ഇനി അടുത്ത ലക്ഷ്യം ഒരു ഹോട്ടൽ. വണ്ടി പതുക്കെ സൈഡാക്കി. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. പക്ഷേ ഹോട്ടലുകളൊക്കെ തുറക്കുന്നതുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ 5 മണിക്ക് തുറക്കും. ഈ റൂട്ടിലൊക്കെ നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു. ഏതായാലും ഹോട്ടൽ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അപ്പോഴാണ് കണ്ടത് ഒരാൾ എന്തോ കൈകൊണ്ട് വാരിയെറിയുന്നു. ഇതാണ് സാധനം, കണ്ടിട്ട് മഞ്ഞൾ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തുറക്കുമ്പോൾ ഇങ്ങനെയാ എന്ന് കേട്ടു. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഫുഡൊന്നും ആയിട്ടില്ല. വിശപ്പാണെങ്കിൽ സഹിക്കാനും വയ്യ. നേരെ പുറത്തേക്കിറങ്ങി വീണ്ടും വണ്ടിയിൽ കയറി ഞാനടുത്ത സ്പോട്ട് ലക്ഷ്യമാക്കി നീങ്ങി. ചെന്നൈ ടോൾ ഗേറ്റിനടുത്തെത്തി. ഹോട്ടൽ കണ്ടു ഇറങ്ങിച്ചെന്നപ്പോൾ അതിമനോഹരമായ കോമഡി. വിശപ്പുകൊണ്ട് ചിരിക്കാൻ വരെ കഴിയുന്നില്ല. ഇത് രണ്ടും അടുത്തടുത്ത കടകളാണ്. പക്ഷേ ഇവിടുത്തെ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഫുഡ് ഉണ്ട്, ചായ ഇല്ല. ഇവിടെ ചായ ഉണ്ട്, ഫുഡ് ഇല്ല. അപ്പോ ഇവർ പറയുന്നത് ഇവിടുന്ന് ദോശ കഴിച്ചിട്ട് വരി, ഇവിടുന്ന് ചായ കുടിക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് വരി, ഇവിടുന്ന് ദോശ കഴിക്കാം. ഇങ്ങനെ ഒരു സംഭവം ഈ തമിഴ്നാട്ടിൽ ഉണ്ടോ? എനിക്ക് ഇത് ആദ്യമായിട്ടാണ്. രണ്ടുമുള്ള കട ഈ ഏരിയയിൽ ഇല്ല എന്നാ കേട്ടത്. ഇത് ഈ റോഡ് ചെന്നൈ റൂട്ടാണ്. ചെന്നൈക്ക് ഇവിടുന്ന് ഇനി കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ. ഏതായാലും ഞാനിപ്പോൾ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് ചായയും വാങ്ങി, ഇവിടുന്ന് ദോശയും വാങ്ങി. ഇവിടെ ആ തടിയിൽ ഇരുന്നാൻ കഴിക്കുക. അതാപ്പോ ഇനി നടക്കുകയുള്ളൂ. ചായ കുടിച്ച് ഞാൻ പുറത്തേക്കിറങ്ങി. ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ട് ടോൾ ഗേറ്റിന്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അവിടെ കണ്ടത് ഒരു സ്ത്രീ കാറിൻ പിറകെ ഓടുന്നു. ഒന്നുകൂടെ വ്യക്തമായി നോക്കിയപ്പോൾ കണ്ടു, പേരക്കിയുമായാണ് ആ സ്ത്രീ ആ കാറിന് പിറകെ ഓടുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാടോടി സ്ത്രീകളുടെ പേരക്ക കച്ചവടം ആണെന്ന്. കാറ് നിർത്താതിരുന്നിട്ടും പിറകെ ഓടുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ ചെറിയൊരു അലിവ് തോന്നി. ഏതായാലും കാർ നിർത്തിയെന്ന് തോന്നുന്നു. ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുപറ്റം നാടോടി സ്ത്രീകൾ. പുറമേ കുറച്ച് കുട്ടികളും. ഇവിടെയുള്ള എല്ലാ ഗേറ്റിലും ഈ പേരക്കച്ചവടം തന്നെ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എവിടുന്നോ പറിച്ചുകൊണ്ടുവരുന്നത് പോലെ തോന്നി. നേരത്തെ ആ സ്ത്രീ ഓടിയ കാർ നിർത്തി അവർ വാങ്ങി എന്തോന്നുന്നു. നല്ല കാര്യം. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി. ഏതായാലും ഞാൻ വണ്ടിയിൽ കയറി വീണ്ടും സഞ്ചാരം തുടങ്ങി. ഇനി അടുത്ത ലക്ഷ്യം തമിഴ്നാട് പോണ്ടിച്ചേരിയിലെ ഓറോവില്ലയാണ്. ലക്ഷ്യമാക്കി ഞാൻ നീങ്ങി. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ റോഡിൽ കാളവണ്ടികളെയും കാണാം. എന്താണല്ലേ മനോഹരമായ സ്ഥലം. പവർ ബ്യൂട്ടി. കിലോമീറ്റർ പോയപ്പോൾ ഞാനൊരു ടൗണിൽ എത്തി. ഇതൊരു പഴയകാല ഗ്രാമീണ ടൗൺ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഒരു ജനസാന്ദ്രതയുള്ള ഒരു ടൗൺ പോലെ. ടൗണും കഴിഞ്ഞ് വീണ്ടും ഞാൻ മുന്നോട്ട് പോയി. കുറച്ചു ദൂരം പോയപ്പോൾ ഞാൻ കണ്ടു പുഴയുടെ നടുവിലൂടെ ഒരു റോഡ്. എനിക്കത് കണ്ടപ്പോൾ കനാലിന്റെയും തടാകത്തിന്റെയും നടുവിലൂടെ ഒരു റോഡ് എന്നപോലെ തോന്നി. വെള്ളം റോഡിൻ മുകളിലൂടെ പോകുന്നു. റോഡിലൂടെ വാഹനങ്ങളും പോകുന്നു, അതിലേറെ മീൻപിടുത്തക്കാരും. കാണുമ്പോൾ നല്ലൊരു ഫീൽ. ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും ചൂട് വളരെ കുറവാണ്. ഒരുപക്ഷെ ചുറ്റിലും തടാകം ആയതുകൊണ്ടാവാം. ഏതായാലും പാലമൊക്കെ ടച്ച് ചെയ്ത് നേരെ പോകുന്നത് പോണ്ടിച്ചേരിയിലെ ഓറോവില്ലയിലേക്കാണ്. ഈ സ്ഥലം ഒന്ന് നോക്കൂ. ഓറോവില്ല അടുക്കുംതോറും കാഴ്ചയുടെ ഭംഗി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓറോവില്ലയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദേശികളും എല്ലാം ടീംസും ഈ ഭാഗങ്ങളിൽ ഉണ്ടാവും. ഓറോവില്ലയും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ. എല്ലാരോടും എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞാളാ. അത് ഞാൻ പറഞ്ഞോളാം. വീഡിയോ ഷെയർ ചെയ്യാനും കൂടി പറയണോ? അതുകൂടി പറഞ്ഞാളാ. എനിക്ക് ഏതായാലും വേറെ പണിയൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ.